ഇടുക്കി എഴുകുംവയലിൽ മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജീഷ് നൽകുന്ന വിചിത്ര മൊഴികളും പെരുമാറ്റവും കണ്ട് പകച്ച പോലീസ്. കടുത്ത ലഹരിയുടെ അടിമയായ 26-കാരൻ അജീഷിനെ നെടുങ്കണ്ടം പോലീസ് തെളിവെടുപ്പിനായി സ്വന്തം വീട്ടിലെത്തിച്ചപ്പോൾ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രക്തം ഉറഞ്ഞുപോയ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴും താൻ എന്താണ് ചെയ്തതെന്ന് ബോധമില്ലാതെയാണ് അജീഷ് പെരുമാറിയത്. എന്റെ അമ്മ എവിടെ എന്നായിരുന്നു പോലീസ് കാവലിൽ നിൽക്കുമ്പോഴും ഇയാൾ ചോദിച്ചത്. ഇതെല്ലാം കള്ളമാണെന്നും വീട് ഇങ്ങനെയല്ല കിടന്നിരുന്നതെന്നും തനിക്കാരോ പണി തന്നതാണെന്നും തെളിവെടുപ്പിനിടെ ഇയാൾ ആരോപിച്ചു. എന്നാൽ വെള്ളിയാഴ്ച രാത്രി 9:30 അരങ്ങേറിയ ക്രൂരതയുടെ ആഴം പോലീസിനെയും പ്രദേശവാസികളെയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു. അച്ഛൻ ആന്റണിയെയും അമ്മ വത്സമ്മയെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയും കുത്തിയുമാണ് അജീഷ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെത്തിയവർ കണ്ടത് ഭീതിജനകമായ കാഴ്ചയായിരുന്നു. മാതാപിതാക്കൾ രക്തപ്പുഴയിൽ കിടക്കുമ്പോൾ അജീഷ് രക്തത്തിൽ കുളിച്ച വസ്ത്രങ്ങളോടെ കൈകളിൽ കൊന്ത പിടിച്ച് ബൈബിൾ വായിക്കുകയായിരുന്നു. വിചിത്രമായ ശാന്തതയോടെയാണ് ഇയാൾ നാട്ടുകാരോട് സംസാരിച്ചത്. തന്റെ മാതാപിതാക്കളെ താൻ ദൈവത്തിനടുത്തേക്ക് പറഞ്ഞയച്ചു എന്നതായിരുന്നു ഇയാൾ അവിടെയുണ്ടായിരുന്നവരോട് പറഞ്ഞത്. താൻ ചെയ്തതല്ലെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നിൽ കടന്നുകൂടി ചെയ്യിപ്പിച്ചതാണെന്നും ദൈവത്തിന്റെ അനിവാര്യമായ വിളിയാണെന്നുമൊക്കെ ഇയാൾ പോലീസിനോടും വിളിച്ചു പറഞ്ഞു. തനിക്ക് തോന്നലുകൾ ഉണ്ടാക്കിയതാണെന്നും മായയാണെന്നും പരസ്പരവിരുദ്ധമായി സംസാരിച്ച പ്രതി പിന്നീട് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് മൊഴി മാറ്റാനും ശ്രമിച്ചു. ലഹരിയുടെ അതിപ്രസരം മൂലം മാനസിക നില പൂർണ്ണമായും തകരാറിലായ നിലയിലാണ് പ്രതിയെന്ന് പോലീസ് വിലയിരുത്തുന്നു. വെള്ളിയാഴ്ച രാത്രി 9:30 നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ലഹരിക്കടിമയായ അജീഷ് വീട്ടിലെത്തി മാതാപിതാക്കളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന മാരകായുധമെടുത്ത് വെട്ടുകയുമായിരുന്നു. ഇരുവരുടെയും ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു. കൊലപാതകത്തിന് ശേഷം അജീഷ് ചെയ്ത കാര്യം കൂടുതൽ നടക്കുന്നതായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വിദേശത്തുള്ള ബന്ധുവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ഈ ദൃശ്യങ്ങൾ കണ്ടുപോയെന്ന ബന്ധു ഉടനടി പ്രാദേശിക പള്ളി വികാരിയെ വിവരമറിയിക്കുകയായിരുന്നു. വികാരിയും പഞ്ചായത്ത് മെമ്പറും വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും കുതിച്ചെത്തിയെങ്കിലും രക്തം പുരണ്ട കത്തിയുമായി അക്രമസക്തനായി നിൽക്കുന്ന അജീഷിനെയാണ് കണ്ടത്. ആർക്കും വീട്ടിനുള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. ഒടുവിൽ നെടുങ്കണ്ടം പോലീസ് ഏറെ സാഹസികമായ ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കീഴടക്കിയത്. കീഴടക്കുന്നതിനിടയിലും ആയുധം പിടിച്ചെടുക്കുന്നതിനിടയിലും അജീഷിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊലപാതകം നടക്കുമ്പോൾ ആന്റണിയുടെ പ്രായമായ മാതാവും വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നത് ഞെട്ടൽ ഇരട്ടിയാക്കുന്നു. മുൻപ് ലഹരി ഉപയോഗം മൂലം പെരുമാറ്റത്തിൽ വ്യതിയാനങ്ങൾ വന്നതോടെ മാതാപിതാക്കൾ മുൻകൈയെടുത്ത് ഇയാളെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 ആഴ്ച മുൻപാണ് ഇയാൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയത്. എന്നാൽ ലഹരി ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇയാൾ തയ്യാറായില്ല. ലഹരിമരുന്നുകൾ തലച്ചോറിനെ ഗുരുതരമായി ബാധിച്ചതാണ് ദൈവിക സന്ദേശമാണെന്നും AI ആണ് ചെയ്യിച്ചതെന്നുമുള്ള വിചിത്ര തോന്നലുകളിലേക്ക് പ്രതിയെ നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മറ്റൊരു മകൻ വിദേശത്താണ്. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ലഹരിയുടെ മാരകമായ അവസ്ഥയല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അജീഷിനെ വിശദമായ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു.